ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അനേക കാര്യങ്ങൾ നാം പഠിച്ചു. ഒന്നാമതായി പരിശുദ്ധാത്മാവൻ ദൈവമാണ് എന്ന് നാം പഠിച്ചു. രണ്ടാമതായി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളത് നാം പഠിച്ചു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളത് പഠിച്ചു. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് എന്നേക്കും വന്നിരിക്കുന്നതുകൊണ്ട് ഇനി പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും നാം പഠിച്ചു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ദാനമായിട്ട് അനേക കാര്യങ്ങൾ തന്നതായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ ആദ്യ ദാനമായി നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. ആ പരിശുദ്ധാത്മാവാം ദൈവം നമ്മളിൽ വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമുക്ക് അനേക കാര്യങ്ങൾ ദാനമായിട്ട് തന്നതായിട്ടും നാം കണ്ടു. അത് കൂടാതെ 2 കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അതൊരു കൽപ്പനയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായി നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ വരങ്ങളെ കൊണ്ട് വ്യാപാരം ചെയ്യണം എന്നുള്ളത് നാം കണ്ടു. അപ്പോൾ ആത്മീയ വരങ്ങളെ കൊണ്ട് നാം വ്യാപാരം ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മീക വരങ്ങളെ കൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ ആത്മീയ വരങ്ങൾ പരിശുദ്ധാത്മാവൻ ദൈവമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. 1 കൊരിന്ത്യർ 12:11 വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതാത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പോൾ നമുക്ക് ഈ ആത്മീയ വരങ്ങൾ തന്നത് പരിശുദ്ധാത്മാവൻ ദൈവമാണ് എന്നുള്ളത് ഇവിടെ വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവൻ ദൈവമാണ് നമ്മൾക്ക് വരങ്ങളെ തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധാത്മാവൻ ദൈവം എല്ലാവർക്കും വരങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവർക്കും, ഒരാൾക്ക് പോലും വരങ്ങൾ തരാതെ ഇരുന്നിട്ടില്ല. എല്ലാവർക്കും. 1 പത്രോസ് 4:10 വാക്യത്തിൽ നാം ഇതാണ് കാണുന്നത്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യദാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവാൻ ദൈവം എല്ലാവർക്കും ഒന്നിലധികമോ വരം തന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവാണ് ഈ കൃപാവരങ്ങൾ തരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് കൃപാവരം തരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഈ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വരങ്ങൾ നാം അറിയേണ്ട ആവശ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മൾ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആത്മാവിനെ വസിക്കുന്നതുകൊണ്ട് നമ്മളെ പവിത്രമായിട്ട് നാം സൂക്ഷിക്കണമെന്നറിയാം. അപ്പോൾ അങ്ങനെ പവിത്രമായിട്ട് സൂക്ഷിച്ച് മാത്രം അങ്ങ് പോയാൽ മതിയോ? അതോ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നതായിട്ട് ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം അറിയേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ 12:1 വാക്യത്തിൽ നാം കാണുന്നു, സഹോദരന്മാരെ, ആത്മിക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം അറിയണം. ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കാര്യം നമുക്ക് ഉണ്ടെന്നറിയാതെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ സാധിക്കുമോ? സാധിക്കത്തില്ല. ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന ആത്മീയ വരങ്ങളാണ്. ആ ആത്മീയ വരങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. എൻ്റെ ചുമതലയാണ്. എനിക്ക് ഏതൊക്കെ ആത്മീയ വരങ്ങളാണ് കർത്താവ് തന്നിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ട ആവശ്യം എൻ്റേതാണ്. എന്നെങ്കിൽ മാത്രമേ എനിക്ക് അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ,
നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ നമുക്ക് നമ്മുടെ ആത്മീയ വരങ്ങൾ ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ആത്മീയ വരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ആത്മീയ വരങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനെക്കൊണ്ട് വ്യാപാരം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനിന്നൊരു സ്റ്റോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച്. രാജനും കുടുംബവും വളരെ രാജനും കുടുംബവും സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രാജൻ്റെ ചെറുപ്പത്തിൽ രാജൻ്റെ ഫാദർ മരിച്ചുപോയി. അമ്മ വളരെ കഷ്ടപ്പെട്ട് മറ്റുള്ള വീടുകളിൽ പോയി തുണി പാത്രം കഴുകിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് ഈ രാജൻ എന്ന മകനെ നല്ലതായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് അവൻ അവൻ അധ്വാനശീലമുള്ളൊരു പയ്യനായിരുന്നു. അവൻ പഠിച്ച് അവൻ പഠിത്തമെല്ലാം പൂർത്തിയാക്കി അവനൊരു ജോലിയുടെ പ്രപ്പോസൽ ഫോറിനിൽ പോകുവാനായിട്ട് വന്നു. അപ്പോൾ അവളുടെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അതിൽ കൃഷിയൊക്കെ ചെയ്താണ് ഈ കൃഷി ചെയ്തും പിന്നെ മറ്റുള്ള വീടുകളിൽ പോയുമാണ് ഈ അമ്മ മകനെ പഠിപ്പിച്ചത്. എന്നാൽ ഈ വീടൊഴിച്ച് ബാക്കിയുള്ള സ്ഥലമെല്ലാം വിറ്റ് ആ മകനെ വെളിയിലേക്ക് അയക്കുവാനിടയായിട്ട് തീർന്നു. മകൻ പറഞ്ഞു, മമ്മി ഞാൻ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ആ വീട് ആ സ്ഥലങ്ങളൊക്കെ തിരിച്ച് മേടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ മകൻ പോയത്. അങ്ങനെ ആ മകൻ പോയി ദിവസങ്ങൾ കഴിഞ്ഞു. അമ്മ വളരെ ക്ഷീണിതനായിട്ട് തീർന്നു. അമ്മയ്ക്ക് ജോലിക്ക് പോകാനും വയ്യാത്തൊരു കണ്ടീഷനായിട്ട് വന്നു. അപ്പോൾ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അപ്പോൾ ഈ അമ്മ വളരെ സ്വയഭിമാനിയുള്ളൊരു സ്ത്രീ ആയതുകൊണ്ട് മറ്റുള്ളവരുടെ വീടുകളിൽ ഒരു സഹായത്തിന് വേണ്ടി പോകുകയോ അവർ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവർ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും രാജൻ മോനെ കുറ്റം പറഞ്ഞു. ഈ അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് ഇവനെ പഠിപ്പിച്ചത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവൻ ഈ അമ്മയെ നോക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് അമ്മ തീരെ വയ്യാതെയായി. ഒരു ദിവസം രാജൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് അമ്മയെ കാണാൻ വന്നു. രാജൻ എന്നിട്ട് പറഞ്ഞു, രാജൻ നിങ്ങളെ അങ്ങ് മറന്നുപോയില്ലേ? ഇല്ലേ അമ്മ? ഇല്ലേ ആൻറ്റി, നിങ്ങളെ അങ്ങ് മറന്നുപോയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് മകനെ ഇപ്പോഴും സ്നേഹം. അമ്മ പറഞ്ഞു, ഒരിക്കലും എന്നെ അവൻ മറന്നിട്ടില്ല. അവൻ എല്ലാ മാസവും കൃത്യമായിട്ട് എനിക്കൊരു എഴുതും. അതിൽ കൂടെ ഒരു ഭംഗിയുള്ള കാർഡ് പോലെയുള്ള ഒരു കാർഡും എനിക്ക് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അതുകൊണ്ട് എൻ്റെ മകൻ മറന്നിട്ടില്ല. അവൻ എല്ലാ മാസവും എനിക്ക് വേണ്ടി സ്നേഹത്തോടു കൂടി ഒരു കത്ത് എഴുതും. ആ കത്ത് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു കാർഡും അയക്കും. ഞാൻ ആ കാർഡെല്ലാം സൂക്ഷിച്ച് അവനെ ഓർത്തിരിക്കും. അവനെന്നെ മറന്നായിരുന്നെങ്കിൽ അവനെന്നെ ഒരിക്കലും എഴുത്തയക്കാതിരിക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു, ഈ കാർഡ് അയക്കുന്നതുകൊണ്ട് എന്ത് വിശേഷം? അതിന് അമ്മയ്ക്ക് ആവശ്യമുള്ളതൊന്നും അയച്ചു തരാത്തതുകൊണ്ടല്ലേ അമ്മ ഇത്രയും ക്ഷീണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കൂട്ടുകാരന് പെട്ടെന്ന് തോന്നി, ഈ കൂട്ടുകാരൻ ഈ രാജനെ നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ കൂട്ടുകാരൻ ചോദിച്ചു, ഈ കാർഡ് ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ ആ കാർഡ് കെട്ടായിട്ട് വെച്ചേക്കുന്ന, എല്ലാ മാസവും അയച്ചു കൊടുക്കുന്നതാണ്, കെട്ടായിട്ട് വെച്ചിരിക്കുന്ന ആ കാർഡ് എടുത്ത് കൊണ്ടുവന്നു കാണിച്ചു കൊടുത്തു. അത് കണ്ട വഴി ആ കൂട്ടുകാരൻ പറഞ്ഞു, അയ്യോ അമ്മേ, ഇത് കാർഡല്ല, ഇത് ഡോളറാണ്. ഇത് ഡോളറാണ്. അപ്പോഴേക്കും അമ്മയുടെ ആരോഗ്യം വളരെ മോശമായിട്ട് കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നെ ആ ഡോളറും കൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയതായിട്ടുള്ളത് ഈ കൂട്ടുകാരൻ ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇച്ചിരി ബെറ്റർ ആകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ പ്രിയ സഹോദരിമാരെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആദ്യം മുതൽ ആ മകൻ അയച്ച ആ ഡോളറാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഡോളറാണ് എനിക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ അമ്മ ഇത്രയും രോഗിയായിട്ട് പിന്നെ മരണാവസ്ഥയിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീരത്തില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് രാജൻ്റെ കുഴപ്പമല്ല. രാജൻ എഴുതുന്നുണ്ടായിരുന്നു അമ്മേ ഇതുകൊണ്ട്. പക്ഷെ അമ്മ അത് വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചു. മകൻ വരുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ അയച്ചു കൊടുത്ത എല്ലാ ഡോളറും സൂക്ഷിച്ചു വെച്ചു. മകൻ പറയുന്നുണ്ടാകും, അമ്മേ ഇത് ഡോളറാണെന്നുള്ളത്. എന്നാൽ അമ്മയ്ക്ക് അത് മനസ്സിലാക്കുവാനോ അത് മറ്റുള്ളവരെ ഒന്ന് കാണിക്കുവാനോ എന്ന് അമ്മയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അമ്മ രോഗിയായിട്ട് വളരെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിലേക്ക്
പോകുവാനായിട്ട് തീർന്നു. രാജനല്ല അതിന് കാരണക്കാരൻ, അമ്മ ഇതായിട്ട് തീർന്നത്. മറിച്ച് അവരുടെ അറിവില്ലായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രിയ സഹോദരിമാരെ, ദൈവം നമ്മളെ രക്ഷിച്ചു. ദൈവം നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്തു. നമ്മുടെ സ്വർഗ്ഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് പരിശുദ്ധാത്മാവ് ദാനമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മൾക്ക് കൃപാവരങ്ങളെ തന്നിട്ടുണ്ട്. ചിലർക്ക് പല കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒന്നുപോലും ഇല്ലാത്തവർ ആരുമില്ല. ഒന്ന് അതിലധികമോ കൃപാവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതില്ലെങ്കിൽ ഈ രാജൻ്റെ അമ്മയ്ക്ക് പറ്റിയതുപോലെ നമ്മൾക്കും പറ്റും. നാം വെറും കൈയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഗുണമൊന്നുമില്ല. നമ്മൾക്ക് നമ്മുടെ കൃപാവരങ്ങൾ നമുക്ക് ദൈവം കൃപാവരങ്ങൾ തന്നത് അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാനാണ്. അത് നാം അറിയാതെ പോയാൽ അത് നമ്മുടെ തെറ്റുകൊണ്ടാണ്. നമുക്ക് ദൈവം തരാഞ്ഞിട്ടല്ല. നാം അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് എനിക്കുള്ള കൃപാവരങ്ങൾ എന്താണെന്നുള്ളത് കർത്താവിൻ്റെ പ്രാർത്ഥനയാൽ, കർത്താവിൻ്റെ കൃപയാൽ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, നമുക്ക് ആത്മീയവരങ്ങൾ പരിശുദ്ധാത്മാവാൻ ദൈവം ഒന്നാമതായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആത്മീക വരങ്ങൾ എല്ലാവർക്കും തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നിലധികമോ ആത്മീയ വരങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവും ദൈവം തന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് നാം കണ്ട കാര്യം, ഈ പരിശുദ്ധാത്മാവിൻ്റെ നമുക്ക് തന്ന വരങ്ങളെക്കുറിച്ച് ആ വാക്യം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 12:1 നാം കാണുന്നത്, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നാം വായിക്കേണ്ടത് ആവശ്യമാണ്. വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് എഴുതുമ്പോൾ നമുക്ക് തന്ന ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിയേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഇന്ന് വരെ നമ്മുടെ ആത്മീയ വരങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ വരങ്ങൾ ഏതെന്നും കണ്ടുപിടിക്കുവാനും ആ ആത്മീയ വരങ്ങൾ, നമുക്ക് തന്ന ആത്മീയ വരങ്ങൾ കൊണ്ട് നാം വ്യാപാരം ചെയ്യുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, കർത്താവെ, എനിക്ക് തന്ന ആത്മീയ വരങ്ങൾ കൊണ്ട് ഞാൻ വ്യാപാരം ചെയ്ത് അധികം നേടി എന്ന് പറയുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.